എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടാകും, അതിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ തന്നെ സ്വയം എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ ചെയ്യണ കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടുള്ള കുറവുകളാണ്. എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ ഞാൻ യൂട്യൂബ് നോക്കും, അതിൻ്റെ അകത്ത് മനസ്സിലാക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകളാണ്. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓരോ വീഡിയോ കഴിയുന്തോറും കുറച്ച് മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറവുകളൊക്കെ എല്ലാവരും ക്ഷമിച്ച് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോനൊക്കെയും കുറച്ചുകൂടി വ്യൂസ് എൻ്റെ കഴിഞ്ഞ വീഡിയോസിനെ കിട്ടിയിട്ടോ, വ്യൂസിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഒരുപാട് നന്ദി പറയാം. കാരണം വെച്ചാൽ എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണിത്. എനിക്ക് കുറേ അറിഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അറിയാത്ത കാര്യങ്ങൾ ഞാൻ യൂട്യൂബ് നോക്കും, അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കും, എന്നിട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. എഡിറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എന്തിലാണെങ്കിലും. അപ്പോൾ അത്രയും ആഗ്രഹം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആഗ്രഹം കൊണ്ട് ചെയ്യുമ്പോൾ ചില മുന്നത്തെ വീഡിയോസിനൊക്കെ ഒരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു വ്യൂവേഴ്സ് എനിക്ക് കൂടുതൽ ഈ വീഡിയോസിന് കിട്ടുമ്പോൾ പറയുമ്പോൾ ഭയങ്കര ഒരു മോട്ടീവാണ്, ഭയങ്കര സന്തോഷമാണ്. അത് ചെയ്ത് അത് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മുടെ പറയുന്നത് ഇവിടുത്തെ ഒരു സാജ് ബ്രിഡ്ജിനെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. അതിൻ്റെ മുകളിലുള്ള അവിടുത്തെ ഒരു വ്യൂസാണ്. വ്യൂ കാണാൻ നല്ലൊരു ഏരിയയാണ്, നല്ലൊരു ഭംഗിയാണ്. പ്രകൃതിയും പാലവും എല്ലാം കൂടി ഒരു നല്ലൊരു രസമാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സാജ് ബ്രിഡ്ജ് കേട്ടോ. ഈ സാജ് ബ്രിഡ്ജ് എന്നുള്ളത് ഇവിടുത്തെ മുൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സർ അർണോൾഡ് ജഗന്നാഥ് എന്ന പറഞ്ഞ വ്യക്തിയുടെ ഷോർട്ട് നെയിമാണ് സാജ് ബ്രിഡ്ജ്. 2024 മാർച്ച് 10 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ വെച്ചാൽ ഇതിൻ്റെ ഇവിടുന്ന് കാണുമ്പോൾ ആ മലനിരകളും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൂടുതൽ ഭംഗി നൽകുന്നത് എനിക്ക് തോന്നുന്നത്. ഈ പാലത്തിന് 330 മീറ്ററേ നീളമുള്ളൂ. അതേപോലെ 120 മീറ്ററും താഴ്ച. ഇതിൽ കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള വഴികൾ, ഇതിൻ്റെ ഈ സൈഡ് കെട്ടിയതൊക്കെ ഭയങ്കര സ്ട്രോങ് സാധനങ്ങളാട്ടോ. അത്രയും വണ്ടികൾ ഏതെങ്കിലും നിയന്ത്രണം വിട്ടു വന്നു കഴിഞ്ഞാലും കാൽനടത്തെ യാത്രക്കാർ എപ്പോഴും സേഫ്റ്റി ആയിരിക്കും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ താഴോട്ടുള്ള ഹൈറ്റ് 120 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രില്ല് കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ മേലിന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ല വ്യൂ ആണ് കാണാനൊക്കെ. എന്നാലും കൂടിയിട്ട് അവിടെ ഒരു വേൽക്കമ്പൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് അവർ. എന്നുവെച്ചാൽ അവിടെ കാണികൾ വന്നു കഴിഞ്ഞാൽ അപകടങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറേ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഈ പാലത്തിനെ കുറിച്ച് പറയാൻ കൂടുതലൊന്നുമില്ല. നമുക്ക് മൊത്തത്തിലുള്ള ഈ പാലത്തിന്റെ ഒരു വ്യൂ അങ്ങോട്ട് കാണാം. പാലത്തിനെ കുറിച്ച് പറയാനൊന്നുമില്ല, വ്യൂ കണ്ടോക്കാം. ഓക്കെ. I'm trying to fight it, getting these voices inside just to quiet. Gonna the place where all this began. Just start again. Oh, you won't see the light until the dawn breaks. No, till it's all said and done, you won't know what it takes. Gotta make a wrong turn and turn around. Gotta fall fast to pick yourself up off the ground until you get lost. You'll never be found.
sabotage. My mind is a battle, I'm trying to hide it. Hidden these voices inside to stay quiet. Under the